എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഡിജിപേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള 7.7 എന്ന് പറയുന്ന വേർഷന്റെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതിന്റെ പ്രത്യേകതകളും മറ്റും കാര്യങ്ങളാണ്. ആദ്യമായി തന്നെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് പഴയ വേർഷൻ എല്ലാം തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വർക്ക് ആവുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഴയ വേർഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അതിനുശേഷമാണ് പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പഴയ വേർഷൻ നമ്മുടെ കൺട്രോൾ പാനലിൽ പ്രോഗ്രാംസ് എന്ന ഓപ്ഷനിൽ DGP 7.6 കാണാൻ സാധിക്കും. അത് അൺഇൻസ്റ്റാൾ ചെയ്യാം, യെസ് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് നമ്മളുടെ ഗൂഗിളിൽ നിന്ന് പുതിയ വേർഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ വേർഷന്റെയും ഒരു ഫയല് നമ്മളുടെ കമ്പ്യൂട്ടറിൽ തന്നെ കിടപ്പുണ്ടായിരിക്കും. അത് മൈ കമ്പ്യൂട്ടർ എന്ന ഓപ്ഷനിൽ സി ഡിസ്കിൽ സി ഡ്രൈവില് CSE എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ DGP ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും നടത്തുന്ന ട്രാൻസാക്ഷനുകളുടെ റെസിപ്റ്റുകൾ ഒരു സോഫ്റ്റ് കോപ്പി ഈ സി ഡിസ്കിലുള്ള CSEയുടെ ഫോൾഡറിൽ ലോഗ്സ് എന്ന് പറഞ്ഞ ഫയലിൽ ഓരോ ഡേറ്റ് വൈസ് ആയിരിക്കും. നിങ്ങളുടെ ആദ്യത്തെ ഫോൾഡർ നോക്കുകയാണെങ്കിൽ 2024-071, അതായത് 2024 7 മാസം 1-ാം തീയതി എന്ന ദിവസത്തിലത്തെ ഓരോ ട്രാൻസാക്ഷൻ ഫയലുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്കത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ മറ്റൊരു ഫയലിലോട്ട് മാറ്റാം. മാറ്റിയതിനു ശേഷം ഈ CSEയുടെ ഫോൾഡർ ഷിഫ്റ്റ് ഡിലീറ്റ് പെർമനന്റ് ഡിലീറ്റ് ചെയ്യുക. തുടർന്ന് നമ്മുടെ പുതിയ സൈറ്റിൽ നിന്ന് പുതിയ വിൻഡോസ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് DGP എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഒപ്പം തന്നെ ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഡ്രൈവിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഓരോ വേർഷന്റെ ഫയലുകളും ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് DGP വേർഷനിലെ ട്യൂട്ടോറിയൽ വീഡിയോസ് നോക്കുകയാണെങ്കിൽ ഓരോ വേർഷന്റെ ലാസ്റ്റ് വേർഷന്റെ വീഡിയോസും വേർഷൻ 7.6 നമ്മുടെ വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാളേഷൻ ഫയൽ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാളേഷൻ ഫയൽസിൽ ഓരോ വേർഷൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്, ഇതിനകത്ത് വെക്കാറുണ്ട്. ഇതിൽ 7.7 ഫയലുണ്ട്, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മളത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാണ് അടുത്തൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലോട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഓൾറെഡി ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ഡെസ്ക്ടോപ്പിൽ ഫോൾഡറിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വേർഷൻ 7.7 ആപ്ലിക്കേഷൻ എടുക്കുക, ഫയൽ എടുക്കുക, സെറ്റപ്പ് ഫയൽ എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിൽ കൂടെ പറഞ്ഞെന്ന് മാത്രം. ഡയലോഗ് ബോക്സ് അനുസരിച്ച് നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, അത് യെസ് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുത്താൽ മതി. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ഈ ഓപ്പൺ ആവുന്ന സാഹചര്യത്തിൽ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു DGP വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ, അതുപോലെ ഫിംഗർ പ്രിന്റ് സ്കാനർ അല്ലെങ്കിൽ ഐറിസ്, ഒപ്പം തന്നെ നല്ലൊരു അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ ഫിംഗർ പ്രിന്റ് സ്കാനർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു തീയതി അനുസരിച്ച് 12 വർക്കിംഗ് ആണ്. UID റെസ്ട്രിക്ഷൻ അനുസരിച്ച് LCD ഡിവൈസ് ഇപ്പൊ നിലവിൽ വർക്കിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇൻ കേസ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ പുതിയ ഡിവൈസുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഡിവൈസുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസിന്റെ RD സർവീസ് എപ്പോഴും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് വെക്കുക. അതിനുവേണ്ടി നമ്മുടെ സിസ്റ്റത്തിലെ സർവീസ് എന്ന ഓപ്ഷനിൽ കയറിയിട്ട് നമ്മൾ ഏതാണോ ഡിവൈസ് അതിന്റെ ഫയല് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ഡിവൈസുകൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിനുശേഷം നമ്മളുടെ CSED അടിച്ചിട്ട് ഉള്ളിലോട്ട് കയറാം. തുടർന്ന് OTP, നമുക്ക് വിവിധ തരത്തിലുള്ള OTP ഉണ്ട്. നമ്മൾ OTP ഇമെയിൽ ആൻഡ് മൊബൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. OTP ജനറേറ്റ് ചെയ്യാം. OTP ഓതന്റിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഫിംഗർ ഓതന്റിക്കേഷൻ ആണ്. അതിന് VLE ആവശ്യമുണ്ട്. VLE ആണ് ഓതന്റിക്കേറ്റ് ചെയ്യേണ്ടത്. ഓതന്റിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഫിംഗർ ക്യാപ്ചർ ചെയ്യാണ് വേണ്ടത്. തുടർന്ന് നമ്മുടെ DGPയുടെ ഏറ്റവും പുതിയ വേർഷൻ ആയിട്ടുള്ള 7.7 നമുക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന സർവീസുകൾ ക്യാഷ് വിഡ്രോവല്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് നമുക്ക് ഓരോ വിഡ്രോവൽ ട്രാൻസാക്ഷനും കസ്റ്റമറുടെ പേരിൽ വെക്കുന്നതിന് മുൻപ് VLEയുടെ പേരിൽ വെക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഈ ഒരു വേർഷനിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓരോ ട്രാൻസാക്ഷനും VLEയുടെ തമ്പ് ആവശ്യമില്ല. പകരം ലോഗിൻ ചെയ്യാനായിട്ട് VLEയുടെ തമ്പ് ആവശ്യമുണ്ട്. അരമണിക്കൂറിൽ കൂടുതൽ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോഗ് ഔട്ട് ആവും. പിന്നെ ലോഗിൻ ചെയ്യാനും VLEയുടെ ആവശ്യമുണ്ട്. അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ഓപ്ഷൻസ് വിഡ്രോവല്, മിനി സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് എൻക്വയറി, വാലറ്റ് ടോപ്പ്. ഈ വാലറ്റ് ടോപ്പ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സേവ പോർട്ടലിൽ ടോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പേ ഔട്ട്, പാസ്ബുക്ക്, ലോഗ്സ് എന്നുള്ളതാണ് ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത്. നമ്മളൊരു വിഡ്രോവലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ താഴെ നമുക്ക് റീഡയറക്ഷൻ ലിങ്കുകളായിട്ട് NPS, പാൻ കാർഡ്, ITR കൂടി വന്നിട്ടുണ്ട്.
നമ്മുടെ ഡിജിറ്റൽ സേവ പോർട്ടലിലോട്ടുള്ള ലിങ്കിലോട്ട് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ NPS എടുക്കണമെങ്കിൽ പോവാം, പാൻ കാർഡ്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു വിഡ്രോവൽ ഡീറ്റെയിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ആണ് നോക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതിനകത്ത് APS ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്. NPC. അപ്പോൾ ഒരു വ്യക്തിയുടെ ആധാർ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നോ 100 മുതൽ 10,000 രൂപ വരെ വിഡ്രോ ചെയ്യാവുന്ന ഫെസിലിറ്റിയാണ് ഈ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം APS വിഡ്രോവൽ എന്ന് പറയുന്നത്. ആ കസ്റ്റമറുടെ അക്കൗണ്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ അടിച്ച് മൊബൈൽ നമ്പർ എമൗണ്ട് അടിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ വെച്ചിട്ട് നമ്മൾ വിഡ്രോവൽ നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും പൈസ നമ്മുടെ ഡിജിപേ വാലറ്റിലോട്ട് വരികയും നമ്മൾ ലിക്വിഡ് ക്യാഷ് ആയിട്ട് അവർക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. CSE നമുക്ക് അതിന് കറക്റ്റ് കമ്മീഷൻ തരുന്നു. നമ്മൾ അവരിൽ നിന്ന് കാശ് എക്സ്ട്രാ കമ്മീഷൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരാളുടെ നമ്മൾ എടുക്കാൻ നോക്കുകയാണ്. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടുകളുടെ ലിമിറ്റ് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബാങ്കിനുള്ള ലിമിറ്റ് ആയിരിക്കില്ല നാഷണലൈസ്ഡ് ബാങ്കിന്. നാഷണലൈസ്ഡ് ബാങ്കിന് ഒരു ലിമിറ്റ് ദിവസത്തിൽ ഒരു വട്ടം എടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇത്ര രൂപ എടുക്കാനായിരിക്കും ലിമിറ്റ് ഉണ്ടാവും. പക്ഷെ പ്രൈവറ്റ് ബാങ്കിന് ഇത് കൂടുതലായിരിക്കും. ഓരോ ബാങ്കിന്റെയും ആ ബാങ്കിലെ തന്നെ അക്കൗണ്ട് ടൈപ്പിനെയും അനുസരിച്ചിട്ടാണ് APS ലിമിറ്റ്. APS ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഇത്ര വട്ടം ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത്ര വട്ടം എന്നുള്ളത് ബാലൻസ് എൻക്വയറി, വിഡ്രോവൽ, മിനി സ്റ്റേറ്റ്മെന്റ് അടങ്ങുന്നതാണ് ഇത്ര എണ്ണം എന്നുള്ളത്. ഒരു ദിവസം ഒരു ലിമിറ്റ് ആണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ദിവസം ഒരു വട്ടമാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിൽ നമ്മൾ ബാലൻസ് എൻക്വയറി ചെക്ക് ചെയ്ത് വിഡ്രോവൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും എക്സീഡഡ് ലിമിറ്റ് കാണിക്കുന്നതിനർത്ഥം അദ്ദേഹത്തിന്റെ ലിമിറ്റ് ആ ദിവസത്തെ ലിമിറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാസത്തിനും ഇത്ര എണ്ണം, അതുപോലെ തന്നെ ഇത്ര രൂപ എന്ന ലിമിറ്റ് ഉണ്ട്. അത് ഓരോ ബാങ്കിനും വ്യത്യസ്തമായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്തു, ആധാർ നമ്പർ മൊബൈൽ നമ്പർ അടിച്ചു, നമ്മൾ എമൗണ്ട് സെലക്ട് ചെയ്തു, സ്കാൻ ആൻഡ് പ്രൊസീഡ് കൊടുത്തിട്ട് തമ്പ് വെക്കാണ് ചെയ്യണം. അപ്പൊ അതിൽ ഓതന്റിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കസ്റ്റമറുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ നമ്മളുടെ അക്കൗണ്ടിലോട്ട്, നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് വരികയും നമ്മൾ അവർക്ക് ലിക്വിഡ് ക്യാഷ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മളുടെ മിനി സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ബാലൻസ് എൻക്വയറി ആണുള്ളത്. അതുപോലെ തന്നെ ഈ വാലറ്റ് ടോപ്പ്, നേരത്തെ സൂചിപ്പിച്ച പോലെ വാലറ്റ് ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കസ്റ്റമറുടെ വിഡ്രോ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ വാലറ്റിലോട്ട് വരുന്ന പൈസ ഉപയോഗിച്ചിട്ട് ഡിജിറ്റൽ സേവ പോർട്ടലിന്റെ വാലറ്റ് ടോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതിന് വേണമെങ്കിൽ നമുക്ക് ഈ വാലറ്റ് ടോപ്പ് ഓപ്ഷൻ ഉപയോഗിക്കാം. പേ ഔട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ ക്യാഷ് വിഡ്രോവൽ ചെയ്ത എമൗണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റുന്നതിനുള്ള ഓപ്ഷനാണ് ക്യാഷ് വിഡ്രോവൽ എന്ന് പറയുന്നത്. VLEയുടെ തമ്പ് വെച്ചിട്ടാണ് മാറ്റാൻ പറ്റത്തുള്ളൂ. പാസ്ബുക്ക് നമ്മൾ നടന്ന ഓരോ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അറിയാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ. ലോഗ്സ് എന്ന് പറയുന്നത് നമ്മളുടെ സെപ്പറേറ്റ് ഓരോ ട്രാൻസാക്ഷൻ എടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത്രയാണ് നമ്മുടെ DigiPay 7.7 എന്ന് പറയുന്ന വെർഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും പുതിയ അപ്ഡേറ്റുകളും. അപ്പൊ എല്ലാവരും ഈ ഒരു ഫെസിലിറ്റി, കാരണം ഇപ്പോൾ DigiPay ചെയ്യാനായിട്ട് VLEയുടെ തമ്പ് ആവശ്യമില്ല എന്നുള്ളതിരിക്കെ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ അവസരം എല്ലാവരും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.